When I was in the Communist Party, my conscience was clear. I did not bother about wrong dictates of any leader even those days. Even now, my conscience is clear. ഹായ്, നമ്മൾ റാപ്പിഡ് ഫയർ റൗണ്ടിൽ ഓരോ സ്ഥാനാർത്ഥികളോടും റാപ്പിഡായ ചോദ്യങ്ങൾ ചോദിച്ചു വരികയാണ്. സമുന്നതനായ നേതാവ് ജി സുധാകരൻ റാപ്പിഡ് ഫയർ റൗണ്ടിൽ ചേരുകയാണ്. ആദ്യത്തെ ചോദ്യം, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും സംഭവബഹുലമായ ഒരു തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പും സംഭവമായിരുന്നു. ജി സുധാകരൻ എന്ന പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കണം? ചിന്തിക്കുന്നത് സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. CPIM-കാരനായതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്തായിരുന്നു? അടിസ്ഥാന കാരണം പാവങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹം ഇന്ന് ആ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം ഒഴിച്ചു. PS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കേരളത്തിൽ ഇവർ രണ്ടുപേരിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു? സത്യനാരായണന് പകരക്കാരനില്ല. ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന ഏത് കാലത്തായാലും അത് പിന്നീട് തിരുത്തണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു പ്രസ്താവന മാത്രം തിരുത്തി. ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ തന്ത്രിമാരെ പറ്റി ഞാൻ ഒരു പ്രയോഗം നടത്തി, അത് ഞാൻ തിരുത്തി. മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേതാവാണ്. അതായത് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല, ഉള്ള പോലെ പറയുന്ന ഒരു നേതാവാണ്. ഇഷ്ടപ്പെട്ടല്ലേ അത്? താങ്ക്സ്. അങ്ങനെയുള്ളൊരു നേതാവാണ് ജി സുധാകരൻ. പക്ഷെ അത് എപ്പോഴെങ്കിലും അതൊരു പാരയായി മാറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്നവരാണെന്നാണ്. BJP-യിൽ ഇഷ്ടമുള്ള ഒരു നേതാവിനെ പറയാൻ പറഞ്ഞാൽ? അല്ല, ഇഷ്ടമില്ലാത്ത നേതാക്കന്മാരുടെ പേര് പറയാൻ പറയട്ടെ. ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി എപ്പോഴെങ്കിലും പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ആരിപ്പോൾ തോറ്റുപോകുന്ന അറിഞ്ഞുകൊണ്ടാണ് അയാളെ സ്ഥാനാർത്ഥിയാക്കിയത്. അയാൾക്ക് വേണ്ടി ഞാൻ 72 യോഗത്തിൽ പ്രസ്താവിച്ചു. അതുകൊണ്ട് 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം അപ്പുറത്ത് കിട്ടേണ്ടത് 70,000 കുറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എത്ര തവണ വായിച്ചിട്ടുണ്ട്? എണ്ണിയാൽ പറയാം, ഒരു മാസം മിനിമം 4 തവണ വായിക്കും. അതൊരു മനോഹരമായ ലിറ്റററി പീസ് ഓഫ് വർക്കാണ്. ഇപ്പോൾ CPM-ൽ ഏറ്റവും നല്ലൊരു സുഹൃത്ത് അയാളെ ഒറ്റിക്കൊടുക്കാനാണോ? സൗഹൃദം തെറ്റല്ലെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ ഇത് മുഖത്ത് നോക്കരുതെന്ന് സർക്കുണ്ട് പോയിട്ടുണ്ട്. കുറച്ച് പേരുകൾ പറയാം. ആദ്യം വരുന്ന വാക്ക് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിണറായി വിജയൻ. ഏകദേശം 6 അടി പൊക്കം, ഇരുണ്ട നിറം, രൂക്ഷമായ ഭാഷ, ആരോടും സ്നേഹമില്ല. വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു കൂടി പറഞ്ഞാൽ കറക്റ്റായി. ആരോടും സ്നേഹമില്ല. KK ശൈലജ. KK ശൈലജ എൻ്റെ കൂടെ മിനിസ്റ്ററായിരുന്നു. ഇപ്പോൾ അവർ അവിടെ കഷ്ടപ്പെട്ട് മത്സരിക്കുന്നു. VD സതീശൻ. VD സതീശൻ പ്രഗത്ഭനായ സാമാജികൻ. സജി ചെറിയാൻ. ആലപ്പുഴ ജില്ലയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ ലീഡർ. H സലാം. ഒന്നും പറയാനില്ല. സാർ എന്ന് വിളിക്കുന്നതാണോ സഖാവേ എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും നമ്മൾ പറഞ്ഞിട്ട് വിളിക്കുന്നതല്ല. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭയിൽ ഉണ്ടാവുമോ? അങ്ങനെ കാര്യത്തെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. ഒരു 3-4 വാക്ക് പറയാം. അതിലേറ്റവും വെറുക്കുന്നൊരു വാക്ക് ഏതാണെന്ന് പറയണം. വർഗവഞ്ചകൻ, കുലംകുത്തി, കോടാലിക്കൈ, ചെറ്റത്തരം. ഈ വാക്ക് ആരെങ്കിലും നേതാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ ഏറ്റു പറയാറില്ല. കാരണം അതൊന്നും ആരെ പറ്റിയും പറയാൻ പാടില്ല. വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം. ജി സുധാകരന്റെ റാപ്പിഡ് ഫയർ ആണ് നമ്മൾ കണ്ടത്. നമുക്ക് ഒരുമിച്ച് പറയാം. റോൾ ക്യാമറ ഇലക്ഷൻ.